തുറന്നോ. കുഴപ്പമില്ല, തുറന്നു. ധരിക്കണം കേട്ടോ. അതായത് 2 ഉണ്ട് കേട്ടോ. പക്ഷേ സാധനമുണ്ടോ നടക്കടേ? ബാ നോക്കി. ഇവിടെയൊക്കെ വഴുതി കിടക്കാണ് കേട്ടോ. പിള്ളേരെയൊക്കെ സൂക്ഷിക്കണം കേട്ടോ. സനോ ഉറപ്പാണ്? എന്താണ് ഓടി ഇരിക്കണ 3 ഉണ്ട് കേട്ടോ. 3 പോരെ? മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. മാറിക്കളഞ്ഞാൽ നീടും. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കുക്കിംഗ് ചാനലിൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. ഒരു പക്ഷേ എന്താ പറയുക, ഈ കുക്കിംഗ് ചാനൽ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആണ്. താടിയൊക്കെ വന്നടി. അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വെക്കുന്ന ഒബ്ജക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ കുക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ ആ പാത്രങ്ങൾ വെക്കുന്ന സ്ഥലവും, അൺബോക്സിങ്ങിലാണെന്നുണ്ടെങ്കിൽ ആ ഫോണൊക്കെ വെക്കുന്ന തലത്തിന് ഒരു ടെക്സ്റ്റ് ഉണ്ടായിരിക്കണം. ആ ടെക്സ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് നിഗമനത്തിലെത്തി സാധനം ഉണ്ടാക്കി അത് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കലാണ് ഇന്നത്തെ വീഡിയോ. പെയിൻ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. 2-3 കളർ പെയിൻ്റൊക്കെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് ടിന്നറാണ് കേട്ടോ. ടിന്നർ, യെല്ലോ കളർ, വൈറ്റ് കളർ, പ്രീമിയറിൽ മറ്റേ ആദ്യം അടിക്കില്ലേ ബേസ്, ആ സാധനങ്ങളാണ്. പ്രീമിയർ അല്ല പ്രൈമർ. ഓക്കെ. ഇതാണ് ആ ഒരു പലക. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് പക്ഷേ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് വലിയ കനമൊന്നും ഇല്ലാത്ത ഒരു പലകയാണ്. ഇത് കിട്ടുന്നത് ഫോർട്ട് കൊച്ചിയിലൊരു സ്ഥലമുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ഒരു സിനിമാക്കാരൊക്കെ വാങ്ങിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചത്. കണ്ട ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയേക്കാം. ഇത് അങ്ങോട്ട് ജോയിൻ ചെയ്തേക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ള ടെക്സ്റ്റ് ആയിരിക്കും. ഇതിൽ വേണം നമ്മൾ പെയിൻ്റ് അടിക്കാനായിട്ട്. ബാക്ക് ഉണ്ടോ നോക്കിയേ. 2-3 ആണിയൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കും. റീപ്പർ വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കട്ടിയൊന്നുമില്ല, വളരെ ചെറിയൊരു പോർഷൻ മാത്രമാണ് കേട്ടോ. വലിയ കനവും ഇതിനകത്തില്ല. നമുക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി അടുത്തത് ഇങ്ങനത്തെ 3 ഡിഫറെൻറ്റ് കളറോ സാധനങ്ങൾ വെച്ചിട്ടൊന്ന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കമൻറ്റ് കേട്ടാ, ഒരു കാശും വെറുതെ പുറത്ത് കളയത്. ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പരിപാടികൾ. പ്രത്യേകിച്ച് ബ്രഷ് രണ്ടെണ്ണം മേടിച്ചോറ എനിക്കും വേണേ. ഓക്കെ, 2 ബ്രഷ്. ദെൻ ഇത് ഒരു വുഡ് കളറാ കേട്ടോ. ഇത് ഇതിൻ്റെ പ്രൈമർ, അത് വൈറ്റ്. ഇതാണ് തിന്നർ. ഓക്കെ. പായസം പോലെ ഇളക്കണ്ടടി. എന്തിനാണ് ഇളക്കണത്? കളർ മാറിയല്ലേ, വൈറ്റ് കളറായില്ല. ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഡേ 2 ആരംഭിക്കുകയാണ്. അതായത് ഞങ്ങൾ ഇന്നലെ പ്രൈമറൊക്കെ അടിച്ചു വെച്ചു. ഇനി ഇതാ അതിലെ പെയിൻ്റ് അടിക്കണം. യെല്ലോ കളർ പെയിൻറ്റ്, വൈറ്റ് കളർ പെയിൻറ്റ്, വുഡ് കളർ പെയിൻറ്റ്. അങ്ങനെ 3 അങ്ങനെ 3 കളർ പെയിൻ്റാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷെ കുക്കിംഗ് ചാനൽ തുടങ്ങാൻ പോകുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് പ്രയോഗിച്ച് നോക്കിക്കോളൂ. വീഡിയോസിന് നല്ല
അടിപൊളി ടെക്സ്റ്റ് ആയിരിക്കും. എന്താ പ്രൈമർ അല്ലേ? തിന്നറിൽ ബ്രഷ് കഴുകുന്ന പ്രോസസ്. അല്ല, വ്ളോഗിങ് ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കൂടി, അതാണ് നമ്മുടെ ലക്ഷ്യം. യെല്ലോ കളറല്ലേ, കുറച്ച് ഇത് മുക്കണം കേട്ടോ. ടിന്നർ കളക്ട് ഒന്ന് ചെയ്യാൻ. അടിപൊളി. പാത്തു എന്ത് കളറാ അത്? യെല്ലോ. യെല്ലോ കളർ. സത്യം പറഞ്ഞാൽ യൂട്യൂബേഴ്സായ ആൾക്കാര് ഇങ്ങനെ സ്വന്തം ഇതാണ് ചെയ്യേണ്ടത്. കുറച്ച് ചോദിച്ചോ, കുറച്ച് ചോദിച്ചോ ഒഴി, ഞാൻ പറഞ്ഞ കേക്ക്. ഓക്കെ. ഓക്കെ ഫൈൻ. കുറച്ച് ടിന്നർ ഒഴിച്ചേക്കാം. മതി, ടിന്നർ മതി. ഇനി ബേബി ഫിംഗർ. ഓക്കെ റൈറ്റ്. ഒരു കുറച്ചുകൂടെ പെയിന്റ് ആവശ്യം ഉണ്ടെന്നാ തോന്നുന്നത്, കാരണം കളർ ശരിയായില്ല. കഴുകിയ അങ്ങനെ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കളർ നല്ലപോലെ കഴുകുക. ടിന്നർ ഒഴിച്ച് ഒരു ചായ കളർ അല്ലേ, ടീ കളർ. ഇതില് ടിന്നർ ചേർക്കണമെന്ന് തോന്നുന്നില്ല. ടിന്നറാ പെട്ടെന്ന് വലിയും. ടിന്നർ ചേർക്കുന്ന സാധനം പെട്ടെന്ന് വലിയാനാണ് വേണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വലിയില്ല സാധനം, പെട്ടെന്ന് വലിയില്ല. കുറച്ച് എടുത്തോ. ചോക്ലേറ്റ് കളർ അല്ലേ? ഞാൻ നേരത്തെ കുറച്ച് ടിന്നർ ഇതിന് ചേർത്തായിരുന്നു, പെയിന്റും കൂടെ ഉണ്ടാവും ചേർത്ത്. മതി പോരാട്ടോ. മതിയാവോ? പോരാന്ന് എനിക്ക് തോന്നണേ. ഇല്ല, നേരത്തെ എന്തോരം പെയിന്റ് വേസ്റ്റ് കളഞ്ഞ. അടുത്തത് ഒരു ഗ്രീൻ കളർ. പക്ഷെ ഒരു പ്രശ്നം വെച്ചിട്ട് ഗ്രീൻ കളറ് എന്താ പറയാ, നമുക്ക് വീഡിയോയിൽ വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ഒരു പിസ്ത ഗ്രീൻ കളറാണ് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണ്, അല്ലെങ്കിൽ പിസ്ത ഗ്രീൻ അങ്ങനെ കിട്ടുക. ഒരു പണി, നമ്മുടെ യെല്ലോ വേസ്റ്റ് ഇരിപ്പില്ലേ, യെല്ലോ വേസ്റ്റിലേക്ക് കുറച്ച് ഗ്രീൻ ഒഴിച്ചേ, കളർ കിട്ടും. നോക്കട്ടെ. യെസ് ഷുവർ. ഓക്കെ, യെല്ലോ അല്ലേ, കുറച്ച് പുസ്തകം ഗ്രീൻ ഒഴിക്കുക. ഇങ്ങനെയാണ് സാധാരണ കളർ മിക്സ് ചെയ്യുന്നവർ, പെയിന്റ് അടിക്കുന്ന ആൾക്കാർ. കുറച്ച് മതിയല്ലേ? അല്ല, ഹാർഡാണോ കുറച്ചുകൂടെ ഒഴിക്കണം. നോക്കട്ടെ, നമുക്ക് അല്പം ചേർത്ത് വെക്കാം. യെസ്, ഇപ്പൊ ചെറിയൊരു കളർ വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ സഹോദരിമാരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുക്കിംഗ് ചാനൽ ഉണ്ട്, അല്ലെങ്കിൽ എന്ത് ക്രാഫ്റ്റ് ചാനലും ആയിക്കോട്ടെ, അവർക്കൊക്കെ എന്തായാലും ക്രാഫ്റ്റ് ഒന്നും മാത്രമല്ല, വീട്ടിലൊക്കെ കയറി അല്പം കൂടെ കുറച്ചുകൂടെ കളറായിട്ടുള്ളൂ. എനിക്കൊന്ന് കുറച്ചുകൂടെ ചേർക്കാന്നോ അല്ലേ കുട്ടിക്ക്. റൈറ്റ്, ഓഫ് ചെയ്തേ. യെസ്, ഇത് കൊള്ളാം.
അങ്ങനെ 4 കളർ പെയിൻറ്റും അടിച്ചിരിക്കുകയാണ്. 4 വ്യത്യസ്തമായ കളർ. അതിനിടയിൽ നമ്മുടെ വേറൊരു സുഹൃത്തും കടന്നു വന്നിട്ടുണ്ട്. മിഥുൻ വന്നിരിക്കുകയാണ്. മിഥുന് ഞങ്ങൾ മറ്റേ ഇത് കണ്ടോ അതെ ഞങ്ങളുടെ കുക്കിംഗ് ചാനലിന് വേണ്ടിയിട്ടുള്ള 4 വ്യത്യസ്തമായിട്ടുള്ള ടെക്സ്റ്റുകൾ ഉണ്ടാക്കലായിരുന്നു ഇന്നത്തെ പരിപാടി. ഇത് ഫുഡ് ചാനലിലുണ്ടല്ലോ, നമുക്ക് ഫുഡ് ചാനലിൽ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊരു ബിസ്ക്കറ്റ് കളറ്, ഇതൊരു കണ്ടറിയാലോ യെല്ലോ ഗ്രീൻ വൈറ്റ്. നിനക്ക് ഇത് ഏതാ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഫുഡ് ചാനൽ വൈറ്റ് ആണ് അല്ലേ? മിഥുന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ. അപ്പോൾ എന്തായാലും ഇനി ഷൂട്ട് ചെയ്യണതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഒരു നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എങ്ങനെ ഇരിക്കും ഈ വീഡിയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം.